കൂരിക്കുഴി കോഴിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കയ്പമംഗലം കൂരിക്കുഴി നിവാസികളായ ഗണപതി എന്ന് വിളിക്കുന്ന 38 വയസ്സുള്ള വിജീഷ്, കണ്ണൻ എന്ന് വിളിക്കുന്ന 43 വയസ്സുള്ള ജിത്ത് എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി വിനോദ് കുമാർ എൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2007 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടായ കയ്പമംഗലം കൂരിക്കുഴി ദേശത്ത് കോഴിപ്പറമ്പിൽ ഷൈൻ എന്നയാളാണ് കൊലപ്പെടുത്തിയത്. ഈ കേസിലെ ഒന്നാം പ്രതി വിജീഷും കൂട്ടുകാരും കൂരിക്കുഴിയിലും പ്രാന്തപ്രദേശങ്ങളിലും നടത്തി വന്നിരുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ മെമ്പർ ആയതിലുള്ള വൈരാഗ്യവും ഈ ആക്ഷൻ കൗൺസിൽ അംഗമായ ഷാജിയെ ദേഹോപദ്രവം ചെയ്ത് ഏൽപ്പിച്ച സമയം ഈ കേസിലെ 5-ാം പ്രതിയായ കണ്ണൻ ജിത്തിനെ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യവും വിജീഷിന്റെ അനുജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഷൈൻ സഹായിച്ചു എന്നുള്ള വൈരാഗ്യവും വെച്ച് മാർച്ച് 27-ാം തീയതി രാത്രി 11:40 ക്ഷേത്രമതിലിനോട് ചേർന്നിരുന്ന് വിശ്രമിക്കുകയായിരുന്ന ഷൈനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഷൈൻ അമ്പലത്തിനകത്തേക്ക് ഓടിയ സമയം അമ്പലത്തിനുള്ളിൽ വെച്ച് പ്രതികൾ മാറി മാറി ക്രൂരമായി വെട്ടുകയും ദേവിയുടെ ഉടവാളെടുത്ത് വെട്ടുകയും ചെയ്തതിൽ ഗുരുതരമായി പരിക്ക് പറ്റുകയും പരിക്കിന്റെ കാഠിന്യത്തിൽ ഷൈൻ മരണപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിന് മതിലകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വലപ്പാട് CI ആയിരുന്ന MS ബാലസുബ്രഹ്മണ്യൻ ആദ്യ അന്വേഷണം നടത്തിയതും വലപ്പാട് CI ആയിരുന്ന CS ഷാഹുൽ ഹമീദ് അന്വേഷണം നടത്തി 5 പ്രതികൾക്കെതിരെ ആദ്യ ചാർജ് സമർപ്പിക്കുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ CI ആയിരുന്ന KM ദേവസ്യ തുടരന്വേഷണം ഏറ്റെടുത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി N വിനോദ് കുമാറാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 143, 147, 148, 341, 302, 149 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 20 സാക്ഷികളെ വിസ്തരിക്കുകയും 17 മെമ്മോകളും 20 രേഖകളും മാർക്ക് ചെയ്യുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റ് ജെയിംസ് ഐബിൻ ഗോപുരൻ എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ വിനീഷ് KV പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു.